ഹലോ, മദ്യം മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമായത് എപ്പോഴാണെന്ന് അന്വേഷിച്ചു പോയാൽ അതിന്റെ തെളിവുകൾ അന്വേഷിച്ച് നമുക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകേണ്ടി വരും. ഇന്ന് വിദേശ മദ്യങ്ങൾ കീഴടക്കി വെച്ചിരിക്കുന്ന മദ്യവിപണി ഒരു കാലത്ത് പ്രകൃതിയുടെ സ്വന്തം മദ്യമായ കള്ളിന് സ്വന്തമായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ വ്യാവസായ ആവശ്യത്തിനായിട്ട് കള്ള് നിർമ്മിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള വിശേഷങ്ങളാണ് ഫാക്ടറി TV നിങ്ങൾക്ക് വേണ്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള കള്ള് എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് കണ്ടാലോ? വീഡിയോ തുടങ്ങും മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, മദ്യപാനത്തിന് പ്രോത്സാഹനം നൽകുക എന്നൊരു ഉദ്ദേശത്തോടെയല്ല ഈ വീഡിയോ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. മദ്യപാനം അത് ഏത് വിധത്തിലുള്ള മദ്യത്തിന്റെ ഉപയോഗമാണെങ്കിലും ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മുൻകൂട്ടി ഓർമ്മിപ്പിക്കുന്നു. പ്രധാനമായിട്ട് 2 തരത്തിലുള്ള കള്ളാണ് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്നത്. തെങ്ങിൻ കള്ള്, കരിമ്പനക്കള്ള് എന്നിവയാണവ. തെങ്ങിൽ നിന്ന് വർഷം മുഴുവനും കള്ള് ചെത്തിയെടുക്കാനായിട്ട് പറ്റും. എന്നാൽ കരിമ്പനയുടെ കാര്യം അങ്ങനെയല്ല കേട്ടോ. വർഷത്തില് 6-7 മാസം നീണ്ടു നിൽക്കുന്ന സീസണിൽ മാത്രമാണ് കരിമ്പനയിൽ നിന്നും കള്ള് ചെത്തിയെടുക്കാൻ സാധിക്കുന്നത്. തെങ്ങിന്റെയോ കരിമ്പനയുടെയൊക്കെ കൂമ്പ് ചെത്തിയിട്ടാണ് കള്ള് പുറത്തെടുക്കുന്നത്. ഇനി നമുക്ക് കള്ള് ചെത്തുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. വളരെ മൂർച്ചയുള്ളതും വീതിയുള്ളതുമായിട്ടുള്ള പ്രത്യേകതരം കത്തിയാണ് കള്ള് ചെത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. വളരെ സൂക്ഷിച്ച് ഈ കത്തി ഉപയോഗിച്ചില്ലെങ്കിൽ മുറിവേൽക്കാൻ വളരെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ കത്തി നല്ല കൈവഴക്കത്തോടെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നവർക്ക് മാത്രമേ കള്ള് ചെത്താനായിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ കത്തി സൂക്ഷിക്കാൻ ഒരു പ്രത്യേകതരം തടിപ്പെട്ടിയുണ്ട്. കത്തിപ്പെട്ടി എന്നാണ് ഈ തടിപ്പെട്ടി അറിയപ്പെടുന്നത്. കത്തിപ്പെട്ടിയിൽ വെച്ച് ഇടുപ്പിന് ഒരു ഭാഗത്ത് കെട്ടിവെച്ചിട്ടാണ് കള്ള് ചെത്താൻ വേണ്ടി ചെത്തുകാരൻ തെങ്ങിലോ പനയിലോ ഒക്കെ കയറുന്നത്. ഇനി തെങ്ങിലും പനയിലും ഒക്കെ കയറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പണ്ടുള്ള ചെത്തുകാർ യാതൊരു ഉപകരണവും ഉപയോഗിക്കാതെ തങ്ങളുടെ കൈയുടെയും കാലിന്റെയും കരത്തിൽ തെങ്ങിന്റെയും പനയുടെയൊക്കെ മുകളിലോട്ട് കയറിയിരുന്നു. പിന്നീട് അവർ തളപ്പ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. തളപ്പ് എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബെൽറ്റാണ്. തെങ്ങിലും പനയിലും ഒക്കെ കയറുവാൻ സപ്പോർട്ടിനും സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് അവ ഉപയോഗിക്കുന്നത്. ഈ രീതിയിലാണ് തളപ്പ് അരയിലും കാലിലും ധരിച്ചിട്ട് ചെത്തുകാര് തെങ്ങിലും പനയിലൊക്കെ കയറുന്നത്. ഇപ്പോൾ തളപ്പിന് പകരമായിട്ട് തൊണ്ടും കയറും ഉപയോഗിച്ചുള്ള സംവിധാനം ഒരുക്കിയും തെങ്ങിലും പനയിലൊക്കെ ചെത്തുകാര് കയറുന്നുണ്ട്. തളപ്പ് ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾ കുറഞ്ഞു വന്നതുകൊണ്ട് ഇത്തരത്തിലൊരു ബദൽ സംവിധാനം തെങ്ങ് ചെത്തുന്നതിന് വേണ്ടി ഒരുക്കേണ്ടി വന്നത് കേട്ടോ. കള്ള് ചെത്താൻ തെങ്ങിലും പനയിലും കയറാതെ പറ്റില്ലല്ലോ. ഇനി കള്ള് ചെത്തുന്നത് എങ്ങനെയാണ് നോക്കാട്ടോ. കള്ള് ചെത്തിയെടുക്കുന്നത് തെങ്ങിന്റെയും പനയുടെയൊക്കെ കൂമ്പ് അഥവാ കുലയെന്നാണ് എന്ന് പറഞ്ഞല്ലോ നമ്മള്. കള്ള് ചെത്തിയെടുക്കുന്നതിന് വേണ്ടി പാകമായിട്ടുള്ള കുല തിരഞ്ഞെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ആ കുല തല്ലി മയപ്പെടുത്തിയെടുക്കും. അങ്ങനെ കുല തല്ലുന്നതിന് വേണ്ടി ചില ഇടങ്ങളിൽ പോത്തിന്റെ കാലിന്റെ ഭാഗത്ത് എല്ലാം ഉപയോഗിക്കാറുള്ളത്. ഇങ്ങനെയാണ് കുല തല്ലി മയപ്പെടുത്തുന്നത്. തല്ലി മയപ്പെടുത്തിയ കുലയിൽ നിന്ന് 1 ദിവസത്തിന് ശേഷമാണ് കള്ള് ചെത്തി തുടങ്ങുന്നത്. ഇനി കുല ചെത്തുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. കള്ള് ചെത്തുവാൻ പുറപ്പെടുന്നതിന് മുന്നേ എല്ലാ ദിവസവും ചെത്തുകാര് തങ്ങളുടെ കത്തിയുടെ മൂർച്ച കൂട്ടാറുണ്ട്. ഉയരമുള്ള തെങ്ങിലോ പനയിലോ കയറിയ ശേഷം കത്തിക്ക് മൂർച്ചയില്ലാതെ വന്നാൽ അതോടെ കള്ള് ചെത്താൻ കഴിയാതെ വരുമല്ലോ. ആ സാഹചര്യം ഒഴിവാക്കാനായിട്ടാണ് ചെത്തുകാര് ആ മൂർച്ച കൂട്ടൽ ദിനചര്യയാക്കി മാറ്റിയത്. അതിനുശേഷം കത്തിപ്പെട്ടിയിൽ വെച്ച ശേഷം അത് ഇതുപോലെ ഇടുപ്പിന്റെ ഒരു ഭാഗത്ത് വെച്ച് കെട്ടും. തെങ്ങിലോ പനയിലോ ഒക്കെ കയറിയ ശേഷം അധികം ആയാസപ്പെടാതെ കത്തിയെടുക്കാനും തിരികെ വെക്കാനും സാധിക്കുന്ന വിധത്തിലാണ് കത്തിപ്പെട്ടി ശരീരത്തിൽ കെട്ടിവെക്കുന്നത്. അതിനുശേഷം കള്ള് ശേഖരിക്കാനുള്ള പാത്രവും ശരീരത്തിന് പിന്നിലായിട്ട് തൂക്കിയിടുന്നു. കത്തിയിടുന്നത് പോലെ തന്നെയാണ് കള്ള് ശേഖരിക്കാനുള്ള പാത്രവും ചെത്തുകാരി സ്വന്തം ശരീരത്തിൽ ഉറപ്പിക്കുന്നത്. അത് നന്നായിട്ട് ചെയ്തില്ല എങ്കിൽ കഷ്ടപ്പെട്ട് തെങ്ങിലും പനയിലൊക്കെ കയറിയെടുക്കുന്ന കള്ള് മുഴുവൻ നിലത്തു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെയാണ് ചെത്തുകാര് പാത്രം കൈകാര്യം ചെയ്യുന്നത്. ഇനി മരത്തിൽ കയറ്റമാണ്. തളപ്പ് ഉപയോഗിച്ച് ഒരാൾ മരത്തിൽ കയറുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. അരക്കെട്ടിലും കാലിലുമാണ് ഈ ചെത്തുകാരൻ തളപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. തളപ്പ് ഉപയോഗിക്കാതെ കയറും തൊണ്ട് ഉപയോഗിച്ച് തയ്യാറാക്കിയ സംവിധാനത്തിലൂടെ ഒരു ചെത്തുകാരൻ തെങ്ങിൽ കയറുന്നത് ഇങ്ങനെയാണ്. എന്ത് ഉപയോഗിച്ചിട്ട് കയറിയാലോ മരത്തിൽ കയറാൻ നല്ല പ്രാവീണ്യമുള്ള ഒരാൾക്ക് മാത്രമേ നല്ലൊരു ചെത്തുകാരനായി മാറാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി മരത്തിന് മുകളിലെ കാഴ്ചകളാണ് കേട്ടോ. തെങ്ങിന്റെ മുകളിൽ കയറിയ ശേഷം കള്ള് ചെത്തുന്നതിനുള്ള മയപ്പെടുത്തിയെടുത്ത കുല ഇതുപോലെ കത്തി ഉപയോഗിച്ച് ഒരു പ്രത്യേക രീതിയിൽ ചെത്തുകയാണ് ആദ്യം ചെയ്യുന്നത്. കുല ചെത്തിയ ശേഷം ചെത്തിയ ഭാഗം ഒരു കൂടത്തിനുള്ളിലാക്കി വെക്കുന്നു. തെങ്ങിൽ നിന്നും കള്ളെടുക്കുമ്പോൾ കുല ചെത്തിയ ശേഷം അവയിൽ പ്രത്യേകതരം ചെളിയൊക്കെ പുരട്ടും. ഈ രീതിയെ ചെളിച്ചെത്ത് എന്നാണ് പറയുന്നത്. പുറത്തേക്ക് വരുന്ന കള്ള് തിരികെ കുലയുടെ ഉള്ളിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ചെളി പുരട്ടുന്നത് കേട്ടോ. അതിനുശേഷം ചെത്തുകാർ മരത്തിൽ നിന്ന് ഇറങ്ങുന്നു. അടുത്ത ദിവസം എത്തിയാണ് അവർ കുലയിൽ നിന്നും ഊരി വന്ന കള്ള് ശേഖരിക്കുന്നത്. ഓരോ തെങ്ങിലും കയറിയുള്ള വളരെ ശ്രമകരമായിട്ടുള്ള ജോലി പൂർത്തിയാക്കിയിട്ടാണ് ചെത്തുകാർ കള്ള് ശേഖരിക്കുന്നത്. ഒരു ദിവസം കള്ള് ശേഖരിക്കുന്നതോടൊപ്പം അടുത്ത ദിവസം കള്ള് ലഭിക്കുന്നതിന് വേണ്ടി കുലകൾ അവർ ചെത്തുകയും ചെയ്യുന്നു. ഒരു കുലയിൽ നിന്നും പല തവണ അവർ കള്ള് ചെത്തിയെടുക്കാറുണ്ട്. ഓരോ ദിവസവും ശേഖരിക്കുന്ന കള്ള് ചെത്തുകാർ കള്ള് ഷാപ്പുകളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. കള്ള് ഷാപ്പുകൾ വഴി മാത്രമാണ് കള്ള് വിൽപ്പന അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ കള്ള് ഷാപ്പുകൾ വഴി ചിലപ്പോഴൊക്കെ വ്യാജമായിട്ട് നിർമ്മിച്ച കള്ളും വിൽക്കപ്പെടാറുണ്ട്. കള്ളിന്റെ ദൗർലഭ്യത, ഡിമാൻഡ് കൂടുതൽ, പണക്കൊതി എന്നിവയൊക്കെയാണ് ഇങ്ങനെ ചെയ്യാനുള്ള പ്രേരണ നൽകുന്നത്. അങ്ങനെ നിർമ്മിക്കുന്ന കള്ള് കുടിക്കുന്നത് ആരോഗ്യത്തിന് പ്രതികൂലമായി തന്നെ ബാധിക്കും. ഓക്കെ,
ഇനി ഒരു കാര്യം കൂടി കേട്ടോളൂ, കള്ള് ചെത്തിയെടുക്കാൻ പ്രത്യേകം ലൈസൻസ് ആവശ്യമുണ്ട് കേട്ടോ. അതില്ലാതെ കള്ള് ചെത്തിയെടുക്കാൻ ആർക്കും സാധിക്കില്ല. ഇനി ഈ സാഹസത്തിന് മുതിർന്ന് പിടിക്കപ്പെട്ടാൽ നിയമപരമായ നടപടിയും ശിക്ഷയൊക്കെ പിന്നാലെ വരും. ഇനി തെങ്ങിൽ കയറാതെ കുല വെട്ടാതെ അല്പം കല്ലുണ്ടാക്കാനുള്ള വഴി പറഞ്ഞുതരാം കേട്ടോ. ആദ്യം കുറച്ച് കരിക്ക് തെങ്ങിന്ന് അടർത്തിയെടുക്കുക. അതിനുശേഷം അവയിൽ നിന്ന് കരിക്കിൻ വെള്ളം ഒരു പാത്രത്തിൽ ശേഖരിക്കുക. ഇനി അടുത്തതായി നമുക്ക് വേണ്ട 2 വസ്തുക്കളാണ് പഞ്ചസാരയും ഈസ്റ്റും. ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത ശേഷം അതിൽ പഞ്ചസാര ഈസ്റ്റും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് തയ്യാറെടുക്കുന്ന മിശ്രിതം അടുത്തതായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കരിക്കിൻ വെള്ളത്തിൽ കലർത്തി നന്നായിട്ട് കലക്കുക. കരിക്കിൻ വെള്ളവും പഞ്ചസാരയും ഈസ്റ്റ് മിശ്രിതവും നന്നായിട്ട് ഒന്നിച്ച് കലർന്നതിന് ശേഷം ആ ദ്രാവകം ഒരു മൺകലത്തിൽ നിറച്ചതിന് ശേഷം വൃത്തിയുള്ള തുണി കൊണ്ട് മൂടിക്കെട്ടുക. ഇനി മൂടിക്കെട്ടിയ കലം ഒരു ചെറിയ കുഴിയെടുത്ത് അതിന്റെ തുണി കൊണ്ട് കെട്ടിയ ഭാഗം മാത്രം പുറത്ത് കാണുന്ന വിധം മണ്ണിൽ കുഴിച്ചിടുക. ഒരു ദിവസം അത് അങ്ങനെ തന്നെ ഇരിക്കുവാനായിട്ട് അനുവദിക്കുക. അടുത്ത ദിവസം കള്ള് തയ്യാറായി, റെഡി. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും തെങ്ങിൽ നിന്ന് കരിമലയിൽ നിന്നൊക്കെ കള്ള് എത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. കരിക്കിൻ വെള്ളം ഉപയോഗിച്ച് കള്ള് നിർമ്മിക്കുന്ന വിദ്യയെക്കുറിച്ച് നിങ്ങൾ ഇതിനു മുന്നേ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ മറക്കാതെ ഞങ്ങളെ അറിയിക്കണം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ ഫാക്ടറി TV for the wonderful factory making videos.